ലതാ സഞ്ജീവ് വേൾഡിൻ്റെ 5ാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റായ ഇത്തിരി പൂവേ കുരുന്നുപൂവേ എന്ന ഭാഗത്തെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത വരികളോ: പൂക്കളെത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ. ഇവിടെ എന്തായിരിക്കും അർത്ഥം? ഇതുപോലെ പൂക്കൾ എത്രയോ പൂക്കൾ ഈ ഭൂമിയിൽ മക്കളായി പിറക്കുന്നു നിത്യവും. പല ഗുണങ്ങളുള്ള, പല നിറങ്ങളുള്ള, പല വിശേഷതകളുള്ള അനേകായിരം പൂക്കൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നു. ഇവിടെ അടുത്ത 4 വരികൾ പൂക്കളെക്കുറിച്ചുമാവാം, എന്നാൽ പൂക്കളല്ലാതെയും മണ്ണിൽ പിറക്കുന്ന മനുഷ്യരെക്കുറിച്ചുമാവാം. അതായത് നീലവാനം മിഴികളിലുള്ളവർ, നീലവാനം എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ ആകാശം, തെളിഞ്ഞ ആകാശം മിഴികളിലുള്ളവർ എന്ന സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ്. നല്ല തെളിഞ്ഞ കണ്ണുകളുള്ളവർ എന്ന് പറഞ്ഞാൽ ആ കണ്ണുകൾക്ക് ചോർച്ചയില്ല, മീൻസ് അതിൻ്റെ അർത്ഥം ദുഃഖങ്ങളില്ലാത്തവർ, സന്തോഷവാന്മാരായ മനുഷ്യർ. നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, അതിൻ്റെ നേരെ എതിരാണ് നീർക്കണങ്ങൾ, അതായത് കണ്ണുനീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന് പറഞ്ഞാൽ ദുഃഖമുള്ളവർ, കരയുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം. പൂക്കളിലും അങ്ങനെ തന്നെയുള്ളവരുണ്ട്. എന്താ കണ്ണിന് പൊഴിക്കുന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം, എപ്പോഴും വാടിയ പോലെ നിൽക്കുന്ന പൂക്കൾ. അതുപോലെ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഈ വാടാമല്ലിപ്പൂവൊക്കെ ഒരുപാട് നാൾ നിൽക്കുന്നതാണ്, പെട്ടെന്നൊന്നും വാടിപ്പോകാത്ത അങ്ങനെ ഒരുപാട് പൂക്കളുണ്ട് പെട്ടെന്ന് വാടിപ്പോകാത്ത. ഇവിടെ വേറെ അർത്ഥങ്ങളുണ്ട്. ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിൽക്കുന്ന മനുഷ്യർ എന്ന് വേണമെങ്കിൽ നമുക്കവിടെ അർത്ഥം എടുക്കാം, അങ്ങനെ ഒരു അർത്ഥം വേണമെങ്കിൽ പറയാം. അതുപോലെ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ, ഇരുട്ട് എന്നുള്ളത് ദുഃഖമാണല്ലോ, ഏത് ദുഃഖത്തിലും ചിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഒരു കാര്യമായി എടുക്കാതെ എപ്പോഴും സന്തോഷതകളായി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു. അതായത് നമുക്ക് ദുഃഖമുണ്ട് എന്ന് മറ്റുള്ളവരോട് പറയാതെ എപ്പോഴും ചിരിക്കുന്നവർ, അതും മനുഷ്യരെ വേണമെങ്കിൽ ഉദ്ദേശിച്ച് പറയാം. എപ്പോഴും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ, രാത്രിയിലും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും വരികളിൽ ഇവിടെ പൂക്കളെ മാത്രമല്ല, മണ്ണിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ ഉള്ള താമസക്കാരായ മനുഷ്യരെക്കുറിച്ചും കൂടെയാണ് ആ വരികളിൽ കവി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പൂക്കൾ മണ്ണിൻ്റെ അവസാനം, ഇതിൻ്റെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആശയം ഇതാണ്: ഈ പൂക്കളെല്ലാം മണ്ണിൻ്റെ ഓമൽ കിനാവുകളാണ്, അതുപോലെ തന്നെ ഇവയെല്ലാം പ്രേമ പ്രതീക്ഷകളാണ്, സ്നേഹത്തിൻ്റെ പ്രതീക്ഷകളാണ്, സന്തോഷത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്നുകൂടി കവി പറഞ്ഞ് അവിടെ നിർത്തുകയാണ് ആശയം. പാഠപുസ്തകത്തിലെ മറ്റ് പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.